എൻ ഷംസുദ്ദീൻ മന്ത്രിയായതിൻ്റെ സന്തോഷം സഹപ്രവർത്തകർ ഈ ആലിംഗനം ചെയ്തുകൊണ്ടാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം അത്രമേൽ പ്രവർത്തകരുമായി അടുത്ത ബന്ധമാണ് ഷംസുദ്ദീനുള്ളത്. സംഘടനാ രംഗത്തായാലും പാർലമെൻ്ററി കാര്യ രംഗത്തായാലും അത്രമേൽ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. മന്ത്രിയായതിലുള്ള സന്തോഷം. പാർട്ടി ഒരു പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ചെറുപ്പം മുതൽ ഇവിടെ നേരത്തെ പി ഇസ്മായിൽ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ MSF-ലും യൂത്ത് ലീഗിലും അതുപോലെ തന്നെ പൊതുരംഗത്ത് മറ്റ് നിലകളിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ടിട്ടാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് വരുന്നത്. 15 വർഷക്കാലം നിയമസഭാംഗമായിരുന്നു. അതിൽ പുതിയൊരു ചുമതല കൂടി ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. തീർത്തും ജനകീയമായി പരമാവധി നമ്മളെ ഏൽപ്പിക്കുന്ന വകുപ്പിൽ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം വകുപ്പുകളിലൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ ഒരു നല്ല പുതിയ മാറ്റത്തിന് ഈ പ്രവർത്തനം കൊണ്ട് തുടക്കം കുറിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പഴയ വിദ്യാർത്ഥി നേതാവിന് ഇപ്പോൾ ലഭിച്ച വകുപ്പ് ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ളൊരു ഉൾക്കരുത്ത് എത്രമാത്രം? അല്ല, വകുപ്പുകൾ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. വകുപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയുമ്പോൾ അത് ഏത് വകുപ്പാണോ അതിൽ നമ്മൾ പരമാവധി മാറ്റങ്ങൾക്കും പുരോഗതിക്കും വേണ്ടി ശ്രമിക്കും. ആദ്യ പ്രയോറിറ്റി എന്തായിരിക്കും ഏത് വകുപ്പായാലും? ഞാൻ പറഞ്ഞില്ലേ, അതിലിപ്പോൾ നിലവിലുള്ള ജനങ്ങൾ അത് അനുഭവിക്കുന്നതിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാകാം, ചില പോരായ്മകളുണ്ടാകാം. അതൊക്കെ പരിശോധിച്ച് പരിഹരിക്കുക എന്നുള്ളതിനായിരിക്കും ആദ്യത്തെ പരിഗണന. അതോടൊപ്പം അതിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ഓൺ ഗ്രോയിങ് പ്രോജക്റ്റുകളുണ്ടാവും. അതൊക്കെ പലയിടത്തും പല കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുന്നൊക്കെ ഉണ്ടാവും. അത് എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി പൂർത്തീകരിക്കുക, ഇതിനൊക്കെ ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം ആശംസകൾ ഗംഭീരമായി തുടരട്ടെ. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കായിരിക്കും മുൻഗണന നൽകുക എന്നുള്ളതാണ് എം ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് ഉള്ളരിക്കൊണ്ടിനൊപ്പം തിരുവനന്തപുരത്തു നിന്നും ദീപക് ധർമ്മടം, 24.